പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പോവുകയാണെങ്കിൽ അത് നമ്മുടെ കോൺഫിഡൻസ് ആണ് വർദ്ധിപ്പിക്കുന്നത്. നമുക്ക് ഓരോ പ്രാവശ്യം പുതിയ പുതിയ നോളജുകൾ, പുതിയ പുതിയ കാര്യങ്ങൾ അത് എത്രത്തോളം അറിയുന്നോ അത് നമ്മളുടെ ഇൻ്റർവ്യൂസിലും അതുപോലെ ഓരോ പരീക്ഷകളിലും എവിടെയും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ എന്നും കുറച്ച് സമയം മാറ്റിവെക്കാൻ ശ്രമിക്കണം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യത്തിന് വേണ്ടി. ഇന്ന് സെപ്റ്റംബർ 21 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. ധവള വിപ്ലവം 2.0 ആരംഭിച്ചത് ആരാണ്? അമിത്ഷാ. ധവള വിപ്ലവം അല്ലെങ്കിൽ ഓപ്പറേഷൻ ഫ്ലഡ് എന്നെല്ലാം നമ്മൾ കേൾക്കുമ്പോൾ ചിന്തിക്കുന്നത് വർഗീസ് കുര്യനെ കുറിച്ചാണ്. ഡോക്ടർ വർഗീസ് കുര്യൻ 1970 ജനുവരി 13 വൈറ്റ് റവല്യൂഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ ഫ്ലഡ് ആരംഭിച്ചിട്ടുള്ളത്. ഇതിനുവേണ്ടി ചുക്കാൻ പിടിച്ചിട്ടുള്ള വ്യക്തിയാണ് ഡോക്ടർ വർഗീസ് കുര്യൻ. അതേപോലെ തന്നെ ഇപ്പോൾ വീണ്ടും വൈറ്റ് റവല്യൂഷൻ 2.0 ധവള വിപ്ലവം 2.0 ആരംഭിച്ചിരിക്കുകയാണ്. അതായത് ഈ കഴിഞ്ഞ ദിവസമായിരുന്നു കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ സ്റ്റാൻഡിംഗ് പ്രൊസീജിയേഴ്സ് വൈറ്റ് റവല്യൂഷൻ അല്ലെങ്കിൽ ധവള വിപ്ലവം 2.0. ഇതിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒന്നെന്ന് പറയുമ്പോൾ സ്ത്രീ കർഷകരെ ശാക്തീകരിക്കുക, പ്രാദേശിക പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുക, ക്ഷീര അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുക, ക്ഷീര കയറ്റുമതി വർദ്ധിപ്പിക്കുക. ഇന്ന് വേൾഡിൽ തന്നെ പറയുമ്പോൾ ഇന്ത്യ ഏറ്റവും ടോപ്പ് ലെവൽ വന്നിട്ടുള്ള രാജ്യമാണ് ധവള വിപ്ലവത്തിൽ, പാൽ ഉൽപാദനത്തിൽ. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വീണ്ടും ഒന്നുകൂടി പവർഫുൾ ആക്കുന്നതിന് വേണ്ടിയാണ് വൈറ്റ് റവല്യൂഷൻ 2.0 ആരംഭിച്ചിട്ടുള്ളത്. 4 ഏരിയയിലേക്കാണ് ഇത് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ പറയുമ്പോൾ ഏതാണ്ട് 2 ലക്ഷത്തോളം പുതിയ മൾട്ടിപർപ്പസ് പ്രൈമറി അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റി, ഡയറി, ഫിഷറീസ് കോപ്പറേറ്റീവ്സിനെ കൂടുതൽ ശാക്തീകരിക്കുക എന്നതുകൂടി ഈ സമയത്ത് അമിത്ഷാ അദ്ദേഹത്തിന്റെ പുതിയ പ്രോഗ്രാമിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ധവള വിപ്ലവം 2.0 ഇത് ആരംഭിച്ചിട്ടുള്ളത് കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി അമിത്ഷായാണ്. 2024 മിസ് ഇന്ത്യ വേൾഡ് വൈഡ് കിരീടം നേടിയത് ആരാണ്? ധ്രുവി പട്ടേൽ. 2024 മിസ് ഇന്ത്യ വേൾഡ് വൈഡ് ഇത് നടന്നിട്ടുള്ളത് US ന്യൂജേഴ്സിയിലുള്ള എഡിസൺ എന്ന സ്ഥലത്താണ്. ഇതിൽ കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത് ഇന്ത്യയിലെ ധ്രുവി പട്ടേൽ ആണ്. ഒരു കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ സിസ്റ്റം സ്റ്റുഡന്റ് ആണ്. US ക്യുനിപ്പിയാഗ് എന്ന യൂണിവേഴ്സിറ്റിയിലെ കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ സിസ്റ്റം സ്റ്റുഡന്റ് ആണ് ധ്രുവി പട്ടേൽ. അപ്പോൾ ധ്രുവി പട്ടേൽ ആണ് മിസ് ഇന്ത്യ വേൾഡ് വൈഡ് 2024 എന്ന ആ ഒരു കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത്. രണ്ടാമത്തെ ഫസ്റ്റ് റണ്ണറപ്പ് ആയിട്ടുള്ളത് സുരിനാമിലെ ലിസ അബ്ദുൾ ഹക്ക് ആണെങ്കിൽ സെക്കൻഡ് റണ്ണറപ്പ് ആണ് നെതർലാൻഡ്സിന്റെ മാൾവിക ശർമ്മ. ഈ ഒരു പ്രോഗ്രാം നയിച്ചിട്ടുള്ളത് ഇന്ത്യൻ അമേരിക്കൻ ആയിട്ടുള്ള നീലം ആൻഡ് ധർമാത്മ സരൺ ആണ്. മിസ് ഇന്ത്യ വേൾഡ് വൈഡ് പീച്ചിൻ ഇത് എല്ലാ വർഷവും നടക്കുന്ന ഒരു ഇന്ത്യ ഫെസ്റ്റിവൽ കമ്മിറ്റി നടത്തുന്ന ഒരു പ്രോഗ്രാം ആണിത്. 2024 മിസ് ഇന്ത്യ വേൾഡ് വൈഡ് ഇത് ലഭിച്ചിട്ടുള്ളത് ധ്രുവി പട്ടേൽ. 4ാം വാർഷിക കോഡ് ലീഡേഴ്സ് ഉച്ചകോടിക്ക് ആതിഥ്യം വഹിക്കുന്ന രാജ്യം യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. കോഡ് എന്നാൽ 4 രാഷ്ട്രങ്ങൾ കൂടുന്ന ഒന്നാണ് കോഡ്. അപ്പോൾ കോഡ് എന്ന ഈ ഒരു സമ്മിറ്റ് ഏറ്റവും വലിയ കോൺഫറൻസിന്റെ 4ാമത്തെ കോൺഫറൻസ് ആണ് ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ആരംഭിക്കാൻ പോകുന്നത്. ഈ ഒരു കോൺഫറൻസുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി 3 ദിവസത്തെ സന്ദർശനമാണ് US. 4ാമത്തെ ആനുവൽ കോഡ് ലീഡേഴ്സ് കോൺഫറൻസിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി US എത്തിയിട്ടുള്ളത്. അടുത്ത വർഷത്തെ കോഡ് സമ്മിറ്റ് അത് ഇന്ത്യയിൽ വെച്ചായിരിക്കുള്ളൂ. കോഡിലെ രാഷ്ട്രങ്ങളാണ് ഓസ്ട്രേലിയ, ഇന്ത്യ, ജപ്പാൻ, US. ഓസ്ട്രേലിയ, ഇന്ത്യ, ജപ്പാൻ, USന്റെ ഈ 4 രാഷ്ട്രങ്ങൾ പങ്കെടുക്കുന്ന കോഡ് സമ്മിറ്റ് ഇപ്പോൾ 4ാമത്തേത് US ജോയ് ബൈഡൻ ആയിരിക്കുള്ളൂ ഈ ഒരു കോൺഫറൻസിന് അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത്. 19 സെപ്റ്റംബർ 2024 ദിവ്യ കലാമേളയുടെ 19ാമത്തെ പതിപ്പ് ഉദ്ഘാടനം ചെയ്തത് ആരാണ്? S. അബ്ദുൽ നസീർ. 19ാമത്തെ ദിവ്യ കലാമേള ഇത് ആരംഭിച്ചിരിക്കുകയാണ്. വിശാഖപട്ടണത്താണ് ആരംഭിച്ചിട്ടുള്ളത്. ഈ ഒരു പ്രോഗ്രാമിന് ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത് ആന്ധ്രാപ്രദേശിന്റെ ഗവർണർ ആയിട്ടുള്ള ശ്രീ S. അബ്ദുല്ല നസീർ ആണ്. ആന്ധ്രാപ്രദേശിന്റെ ഗവർണർ ആണ് S. അബ്ദുല്ല നസീർ. 19ാമത്തെ ദിവ്യ കലാമേളയാണ് ഈ കഴിഞ്ഞ സെപ്റ്റംബർ 19 ആരംഭിച്ചിട്ടുള്ളത്. ഈ ഒരു വേളയിൽ ദിവ്യകലാമേളയുടെ ഉദ്ഘാടന സമയത്ത് കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രി ഡോക്ടർ വീരേന്ദ്രകുമാർ പങ്കെടുത്തിരുന്നു. 19ാമത്തെ ദിവ്യകലാമേള ഈ പ്രാവശ്യം നടക്കുന്നത് വിശാഖപട്ടണത്താണ്. നിരവധി ദിവ്യാംഗ് ആയിട്ടുള്ള കലാകാരന്മാരുടെ പരിപാടികളും മേളകളുമാണ് ഈ ഒരു സമയത്ത് നടക്കുന്നത്. 19ാമത്തേത് വിശാഖപട്ടണത്ത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ആന്ധ്രാപ്രദേശിന്റെ ഗവർണർ ആയിട്ടുള്ള S. അബ്ദുൽ നസീർ ആണ്. 2024 സെപ്റ്റംബർ 19 ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്ത ത്രിദിന നാഡി ഉത്സവം
ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്? ഇന്ത്യയുടെ നദികൾ. നാഡി ഉത്സവം നദികളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരിപാടിയാണ്. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 19 ഇന്ത്യയിലെ 5ാമത്തെ നാഡി ഉത്സവം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ റിവേഴ്സ്, ഇന്ത്യൻ നദികളെ പരിപോഷിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട പ്രാധാന്യം നൽകുന്നതിനും വേണ്ടിയാണ് നാഡി ഉത്സവം നടക്കുന്നത്. ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ദി ആർട്സ് IGNCAയിൽ ആണ് ഈ പരിപാടി നടക്കുന്നത്. 5ാമത്തെ എഡിഷൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നാഡി ഉത്സവം. ഇത് ന്യൂഡൽഹിയിലാണ്. ഈ പ്രാവശ്യത്തെ തീം ആണ്, അതായത് റിവേഴ്സ് ഇൻ റിവേഴ്സ് മേക്കിംഗ് ഓഫ് എ ലൈഫ് ലൈൻ എന്നൊരു തീം ആയി ബന്ധപ്പെട്ടാണ് ഈ പ്രാവശ്യത്തെ നാഡി ഉത്സവം. ഇത് ന്യൂഡൽഹിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2026 കോമൺവെൽത്ത് ഗെയിംസ് എവിടെ നടക്കും? ഗ്ലാസ്ഗോ, സ്കോട്ട്ലാൻഡ്. 2026 കോമൺവെൽത്ത് ഗെയിംസ് ഇത് പ്രഖ്യാപിച്ചു. ഈ പ്രാവശ്യം നടക്കാൻ പോകുന്നത് സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോവിൽ വെച്ചാണ്. എന്നാൽ ഇതിനു മുമ്പ് കോമൺവെൽത്ത് ഗെയിംസ് പ്രഖ്യാപിച്ചിരുന്നു 2026. അത് ഓസ്ട്രേലിയയിലെ വിക്ടോറിയ എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു. എന്നാൽ അത് ക്യാൻസൽ ആവുകയും ഇപ്പോൾ പുതിയൊരു സ്ഥലം സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിൽ വെച്ചാണ് 2026 കോമൺവെൽത്ത് ഗെയിംസ് നടക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ്, അതായത് 10 വർഷം മുമ്പ് ഗ്ലാസ്ഗോവിൽ ഇത്തരത്തിലുള്ള കോമൺവെൽത്ത് ഗെയിംസ് നടന്നിരുന്നു. ഇന്നിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് സ്കോട്ട്ലാൻഡിൽ 2026 കോമൺവെൽത്ത് ഗെയിംസ് നടക്കാൻ പോകുന്നത്. കോമൺവെൽത്ത് ഗെയിംസ് തുടക്കമെന്ന് പറയുമ്പോൾ അതൊരു ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് ആയിരുന്നു. 1930 ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്ന പേരിൽ കോമൺവെൽത്ത് ഗെയിംസ് ആരംഭിച്ചിട്ടുള്ളത്. എന്നാൽ പിന്നീട് ബ്രിട്ടീഷ് എംപയർ ആൻഡ് കോമൺവെൽത്ത് ഗെയിംസ് എന്ന പേരിൽ മാറ്റി. അതായത് വീണ്ടും അതിൽ ബ്രിട്ടീഷ് എംപയർ ഗെയിംസിനോടൊപ്പം തന്നെ കോമൺവെൽത്ത് എന്ന പേര് കൂടി ആഡ് ചെയ്തു. 54 മുതൽ 66 വരെ ഇത്തരത്തിൽ ആയിരുന്നു മാറ്റം. അതിനുശേഷം അത് ബ്രിട്ടീഷ് എംപയർ എന്നത് എംപയർ മാറ്റിക്കൊണ്ട് ബ്രിട്ടീഷ് കോമൺവെൽത്ത് ഗെയിംസ് ആകുകയും അവസാനം ഇപ്പോൾ 1978 മുതൽ കോമൺവെൽത്ത് ഗെയിംസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കോമൺവെൽത്ത് ഗെയിംസിന്റെ ആരംഭം എന്ന് പറയുമ്പോൾ അത് ബ്രിട്ടനിലാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 2026 കോമൺവെൽത്ത് ഗെയിംസ് നടക്കാൻ പോകുന്നത് സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിൽ. 10 ടെസ്റ്റുകൾക്ക് ശേഷം ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരമെന്ന സുനിൽ ഗവാസ്കറിന്റെ റെക്കോർഡ് ആരാണ് തകർത്തത്? യശസ്വി ജയ്സ്വാൾ. ഇന്ത്യയിലെ ഇപ്പോൾ ടെസ്റ്റ് മത്സരങ്ങളിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ബാറ്റ്സ്മാൻ ആണ് യശസ്വി ജയ്സ്വാൾ. കഴിഞ്ഞ 10 ടെസ്റ്റ് മാച്ചുകളിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിക്കൊണ്ട് റെക്കോർഡ് ഉണ്ടാക്കിയിട്ടുള്ള താരമാണ് യശസ്വി ജയ്സ്വാൾ. അതായത് തുടർച്ചയായിട്ട് 10 ടെസ്റ്റ് മാച്ചുകളിൽ 1094 റൺസ് നേടിക്കൊണ്ടാണ് 22 വയസ്സുള്ള യശസ്വി ജയ്സ്വാൾ ഒരു പുതിയ റെക്കോർഡ്. ഇതിനു മുമ്പ് 10 ടെസ്റ്റുകളിൽ സുനിൽ ഗവാസ്കർ ആയിരുന്നു 978 റൺസ് നേടിക്കൊണ്ട് ഏറ്റവും ടോപ്പ് ലെവലിൽ. എന്നാൽ അദ്ദേഹത്തിന്റെ ആ റെക്കോർഡ് മറികടന്നുകൊണ്ടാണ് രാജസ്ഥാൻ റോയൽസിന്റെ യശസ്വി ജയ്സ്വാൾ ഇപ്പോൾ ടെസ്റ്റ് മത്സരത്തിൽ ഈ ഒരു പുതിയ റെക്കോർഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്നലെ സെപ്റ്റംബർ 20 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, കുട്ടികൾ, കൗമാരക്കാരായ പെൺകുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവരെ സഹായിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള കേന്ദ്ര പദ്ധതി ഏതാണ്? പോഷൻ അഭിയാൻ. ഇപ്പോൾ പോഷൻ അഭിയാൻ എന്ന ഈ ഒരു സ്കീം ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് 2018 മാർച്ച് 8 കുട്ടികൾ, കൗമാരക്കാരായിട്ടുള്ള പെൺകുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കേന്ദ്ര പദ്ധതിയാണ് പോഷൻ അഭിയാൻ. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. ധവള വിപ്ലവം 2.0 ആരംഭിച്ചത് ആരാണ്? അമിത്ഷാ. 2024 മിസ് ഇന്ത്യ വേൾഡ് വൈഡ് കിരീടം നേടിയത് ആരാണ്? ധ്രുവി പട്ടേൽ. 4ാം വാർഷിക ക്വാഡ് ലീഡേഴ്സ് ഉച്ചകോടിക്ക് ആതിഥ്യം വഹിക്കുന്ന രാജ്യം യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. 19 സെപ്റ്റംബർ 2024 ദിവ്യകലാമേളയുടെ 19ാമത് പതിപ്പ് ഉദ്ഘാടനം ചെയ്തത് ആരാണ്? എസ് അബ്ദുൽ നസീർ. 2024 സെപ്റ്റംബർ 19 ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്ത ത്രിദിന നാഡി ഉത്സവം ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്? ഇന്ത്യയുടെ നദികൾ. 2026 കോമൺവെൽത്ത് ഗെയിംസ് എവിടെ നടക്കും? ഗ്ലാസ്ഗോ, സ്കോട്ട്ലാൻഡ്. 10 ടെസ്റ്റുകൾക്ക് ശേഷം ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരമെന്ന സുനിൽ ഗവാസ്കറിന്റെ റെക്കോർഡ് ആരാണ് തകർത്തത്? യശസ്വി ജയ്സ്വാൾ. ഇന്ന് സെപ്റ്റംബർ 21 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, ISROയുടെ 2ാമത്തെ ബഹിരാകാശ സ്പേസ് പോർട്ട് ആയിട്ടുള്ള കുലശേഖരപട്ടണം ഏത് സംസ്ഥാനത്താണ്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ
ഇന്നത്തെ കറണ്ട് അഫേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. കഴിഞ്ഞ ആഴ്ചയിലെ കറണ്ട് അഫേഴ്സ് PDF ഫോർമാറ്റിൽ ഈ കറണ്ട് അഫേഴ്സിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കഴിഞ്ഞ ആഴ്ചത്തെ കറണ്ട് അഫേഴ്സിന്റെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഡൗൺലോഡ് ചെയ്യാം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ആണ് ജെഡിസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും നൽകി വരുന്നത്. ജെഡിസ് കറണ്ട് അഫേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.